ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ജർമ്മനിയിലത്തെ യൂറോസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ കുറച്ച് നോട്ട്സ് എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് പരിചയപ്പെടാം 5-ന്റെ നോട്ട്. 5 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ 440 റുപ്യാണ്. ഇതിലൊരു ആർക്കിടെക്ചറും അതുപോലെ തന്നെ ബാക്കിൽ ഒരു ബ്രിഡ്ജും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാപ്പും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് 10 euro. 10 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 850 റുപ്യ. ഇത് വേറൊരു ആർക്കിടെക്ചറാണ്, അതുപോലെ ഇതിന്റെ ബാക്കിലും ബ്രിഡ്ജും ഉണ്ട്, മാപ്പും ഉണ്ട്. ഇനി അടുത്ത് കാണാൻ പോകുന്നതാണ് 20 euro. 20 euro എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1760 റുപ്യ. ഇതും വേറെ പിക്ചർ, ഇതിന്റെ ബാക്കിലും ഒരു മാപ്പും ഉണ്ട്, ഒരു ബ്രിഡ്ജും ഉണ്ട്. ഇനി കാണാൻ പോകുന്നതാണ് 50 euro. 50 euro എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു 4400 റുപ്യ ഉണ്ട് ഇതിന്റെ വില, ഇതിന്റെ ഒരു മൂല്യം. ഇതിന്റെ ബാക്കിലും ഒരു ബ്രിഡ്ജും ഉണ്ട്, മാപ്പും ഉണ്ട്. ഈ ബ്രിഡ്ജുകൾ എല്ലാ നോട്ടിന്റെ ബാക്കിൽ ഞാൻ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ബ്രിഡ്ജിന്റെ ഒക്കെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കൺട്രീസും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ബ്രിഡ്ജ് കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു യൂറോപ്യൻ കൺട്രീസ്